ജിഷ്ണുവിന്റെ അമ്മ മഹിജ 5 ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മഹിജയുമായി ഫോണിൽ സംസാരിച്ചതിനെ തുടർന്നാണ് സമരം ഒത്തുതീർപ്പായത്. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടുമെന്നും മഹിജയ്ക്കെതിരായ പോലീസ് നടപടി പരിശോധിച്ച് വീഴ്ചയുണ്ടെങ്കിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഷാജഹാനും ഹിമവൽ ഭദ്രാനന്ദയും തങ്ങൾ വിളിച്ചിട്ടല്ല സമരത്തിനെത്തിയതെന്നും ജിഷ്ണുവിന്റെ ബന്ധുക്കൾ വ്യക്തമാക്കി. രാവിലെ മുതൽ തലസ്ഥാനം കേന്ദ്രീകരിച്ച് തിരക്കിട്ട ഒത്തുതീർപ്പ് നീക്കങ്ങളാണ് മഹിജയുടെ നിരാഹാരം അവസാനിപ്പിക്കാൻ നടന്നത്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സമവായ നീക്കവുമായി മഹിജയെ സന്ദർശിച്ചു. കോടിയേരിയുമായി ചർച്ച നടത്തിയ ശേഷമായിരുന്നു ആശുപത്രിയിലെത്തിയത്. ഫോണിലൂടെ ബന്ധപ്പെട്ട CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ബന്ധു ശ്രീജിത്തുമായി സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയതനുസരിച്ച് ജിഷ്ണു കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് CP ഉദയഭാനു, സ്റ്റേറ്റ് അറ്റോർണി KV സോഹൻ എന്നിവർ മഹിജയുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചു. അതിനിടയിൽ കേസിലെ മുഖ്യപ്രതി ശക്തിവേൽ കോയമ്പത്തൂരിൽ പിടിയിലായത് സമവായ നീക്കങ്ങൾക്ക് ആക്കം കൂട്ടി. വൈകിട്ട് 5:30 ആശുപത്രിയിലെത്തിയ അഭിഭാഷകർ സർക്കാർ ഭാഗം വിശദീകരിച്ചു. CP ഉദയഭാനുവിന്റെ ഫോണിലൂടെ ജിഷ്ണുവിന്റെ അമ്മ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കേസിൽ എല്ലാ പ്രതികളെയും പിടികൂടുമെന്നും കയ്യേറ്റം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വീഴ്ചയുണ്ടെങ്കിൽ മാത്രം നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. രാത്രിയോടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി MV ജയരാജനും പൊളിറ്റിക്കൽ സെക്രട്ടറി ദിനേശൻ പുത്തലത്തും മെഡിക്കൽ കോളേജിലെത്തി മഹിജയെ കണ്ടു. തുടർന്ന് സർക്കാരും ജിഷ്ണുവിന്റെ കുടുംബവുമായി കരാറിലേർപ്പെട്ടതോടെ 5 ദിവസം നീണ്ട സമരം അവസാനിപ്പിക്കാൻ മഹിജ തീരുമാനിച്ചു. ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ട് കാര്യങ്ങൾ തീർന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് മഹിജയും മകളും ശ്രീജിത്തും വെള്ളം കുടിച്ച് അവരുടെ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിന് നന്ദി, ജനങ്ങൾക്ക് നന്ദി, എല്ലാവർക്കും നന്ദി, സർക്കാരിന് നന്ദി. IG-യുടെ റിപ്പോർട്ടിനേക്കാൾ വലുതാണ് കേരള മുഖ്യമന്ത്രിയുടെ വാക്ക് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇതോടെ കോഴിക്കോട് വളയത്തെ വീട്ടിൽ ജിഷ്ണുവിന്റെ സഹോദരി അവിഷ്ണ നടത്തിവന്ന അനുഭാവ നിരാഹാരവും അവസാനിപ്പിച്ചു. 4 ദിവസത്തിലേറെ നീണ്ട നിരാഹാരം അവസാനിച്ചതോടെ തലസ്ഥാനത്തെ പിരിമുറുക്കത്തിനും അയവ് വന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.